ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് ലേറ്റായി, കാരണം നിങ്ങൾക്കറിയാം നല്ല തിരക്കിലായിരുന്നു. ശനിയാഴ്ച വെളുപ്പിനാണ് നാട്ടിലെത്തിയത്. അതിനുശേഷം ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയിലാണ് തിരിച്ച് ഞാൻ വീട്ടിലെത്തിയത്. രാത്രി കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു. അതിനുശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുന്നു. അപ്പം ക്ലാസ് വളരെ മനോഹരമായിട്ട് നടന്നു. എല്ലാവർക്കും ഹാപ്പിയായിരുന്നു. ക്ലാസ്സിൽ പങ്കെടുത്തവർ നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം ഈ നമ്മുടെ വീക്കിലി അനാലിസിസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഫേക്കന്മാരെ കൊണ്ട് എനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ വന്നേക്കാണ്. ഓരോ പ്രാവശ്യം ഓരോന്ന് റിപ്പോർട്ട് അടിക്കും തോറും പിന്നെയും പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരായിരിക്കാം. എനിവേ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നിലവിൽ എനിക്ക് യൂട്യൂബിലല്ലാതെ വേറെ ഫേസ്ബുക്കിൽ നമുക്കൊരു പേജ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ആക്റ്റീവ് അല്ല. ഇൻസ്റ്റഗ്രാമിലും ഒരു പേജ് ഉണ്ട് മിഡ് ക്യാപ് ഡോക്ടറിന്, പക്ഷേ അതിപ്പം ആക്റ്റീവ് അല്ല. അതുകൊണ്ട് ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിന്നോ എവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാലും അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എന്ത് മെസ്സേജ് വന്നാലും ദയവ് ചെയ്ത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല. എപ്പോൾ കിട്ടിയാലും അപ്പോഴേ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചേക്കണം. ഓക്കെ, ദയവ് ചെയ്ത് ഓർപ്പിക്കുന്നു. കാരണം ഭയങ്കര ഓരോ ദിവസം ഇങ്ങനെ കൂടി വരിക. നമുക്കൊരു ഇരുശരണം ഇല്ലാതെ വന്നേക്കാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് യൂട്യൂബ് അല്ലാതെ വേറെ ഏത് സംഭവം വന്നാലും, ഓക്കെ, നമ്മുടെ ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏകദേശം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം 7000-ത്തിനടുത്ത് സബ്സ്ക്രൈബറുണ്ട്, 6900-ത്തിനടുത്ത് സബ്സ്ക്രൈബറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാനലാണെങ്കിൽ മാത്രമേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാവൂ. അല്ലാതെ യൂട്യൂബ് ചാനലോ അല്ലാതെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ടെലിഗ്രാമിലോ നിലവിൽ എനിക്ക് യാതൊരു പേജോ ഗ്രൂപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഓർപ്പിക്കുന്നു. കാരണം കണ്ടമാനം റിക്വസ്റ്റുകൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീക്കിലി അനാലിസിലോട്ട് വരാം. വീക്കിലി അനാലിസിൽ വരുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ജസ്റ്റ് ആ യാത്ര ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് പറഞ്ഞത്, കാരണം അത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നലെ ക്ലാസ്സിൽ ഞാൻ ആ ഓപ്പർച്യൂണിറ്റീസ് വിശദീകരിച്ചായിരുന്നു. അപ്പോൾ കേൾക്കുന്നവർക്ക് ഒരു ആവർത്തന വിരസതയാണെങ്കിലും ജസ്റ്റ് നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പോൾ നാളെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് ഒരു ചെറിയ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്, അല്ലേ? ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ടൊന്ന് വന്നിട്ടാണ് മാർക്കറ്റ് മേലോട്ട് പോയത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. എന്താ കാരണം? ആ 5 മിനിറ്റിൽ ധാരാളം ബൈയും സെല്ലും ഹ്യൂജ് ക്വാണ്ടിറ്റി നടക്കുന്ന സമയമാണ്. അവരുടെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ആ ക്യാൻഡിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും നമുക്കൊരു ഊഹം മനസ്സിലാകും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എങ്ങോട്ടാണെന്ന്, അല്ലെങ്കിൽ ഏത് സൈഡോടാണ് സ്ട്രെങ്ത് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. പക്ഷേ ട്രേഡ് എടുക്കാൻ നമുക്കവിടെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ നമുക്കറിയാം നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ. അതായത് അവിടെ ഒരു ബൈ താഴോട്ട് മാർക്കറ്റ് പോയെങ്കിലും അവിടെ ഒരു ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്, ഇല്ലേ? നല്ലപോലെ ബയേഴ്സ് പുഷ് ചെയ്ത് മാർക്കറ്റിനെ മുകളോട്ട് കൊണ്ടുപോയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുക്കാനോ ഒരു കൺഫർമേഷനോ ഒന്നും ഇല്ല. ബട്ട് നമുക്കൊരു ഐഡിയ കിട്ടി. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിലും അതുപോലെ തന്നെ ഒരു റിജക്ഷൻ വന്ന് നമ്മളുടെ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിൽ, നമ്മുടെ സപ്പോർട്ടിൻ്റെ മുകളിലാണ് നമുക്ക് ക്ലോസ് ചെയ്ത്. അപ്പോൾ ഈ രണ്ട് ക്യാൻഡിലും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രമേ, ഒന്ന് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക, അല്ലെങ്കിൽ ഇത് ഇച്ചിരി വലിയ സ്റ്റോപ്പ് ലോസാണ്. ഇതിന് താഴെ 5-10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എവിടെയാണ്? നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ്. നമ്മുടെ ടാർഗറ്റ്, അല്ലേ? പ്രീവിയസ് ഹൈ ആണ്. ഇവിടെ വരെ തന്നെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എത്ര പോയിൻറ്റ് കിട്ടി? 552, 82, 627, ഏകദേശം ഒരു 40-50 പോയിൻറ്റിനടുത്ത് നമുക്ക് ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ATM-ലാണെങ്കിൽ 10-20 പോയിൻറ്റ് സുന്ദരമായിട്ട് കിട്ടും. അത് മേടിച്ചുകൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ പോകുമായിരുന്നു. പക്ഷേ അത് വീട്ടിൽ പോകാതെ തന്നെ ഇതിൻ്റെ ചവിട്ടി പിന്നെയും കുത്തിയിരുന്ന് പണി മേടിച്ച് വീട്ടിൽ പോയവരും ഉണ്ട്. ഓക്കെ, അപ്പം അതായിരുന്നു അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ നമുക്ക് ഇങ്ങോട്ടെങ്ങും ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി ഇവിടെ മാത്രമേ ഉള്ളൂ, അല്ലേ? പിന്നെ ഇവിടെ എങ്ങൊന്നുമില്ല. കാരണം ഇവിടെ ഇതൊരു വലിയ ക്യാൻഡിൽ വീണെങ്കിലും നമ്മുടെ ഇവിടുന്ന് കയറിയവർക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ വലിയ റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ നമ്മളെ ഇറങ്ങി ഓടിയ ആൾക്കാരും കാണും. ഇതൊക്കെ നമുക്ക്
പണി തരാൻ വേണ്ടി വരുന്ന ക്യാൻഡിലുകളാണ്. കാരണം തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റ് പൊട്ടു എന്നുള്ള പ്രതീതി ജനിപ്പിച്ച് നമ്മളെ ട്രാപ്പിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇങ്ങനെയുള്ള ക്യാൻഡിലുകൾക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ട് ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചായിരുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ ലെവലെത്തി കറക്റ്റായിട്ട് മുകളിൽ വന്നു. നമുക്കൊരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിലുണ്ട്, ബട്ട് നിങ്ങളുടെ ട്രേഡ് എടുത്ത് കാണും. ട്രേഡ് എടുത്തവർക്ക് ഓക്കെ സമ്മതിച്ചു, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കാണും. സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും, ഇല്ലേ? ഇവിടെ ആയിരിക്കും, അല്ല ഈ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്തപ്പോൾ ഈ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലേ? ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്തവർക്ക് അത് റിയലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമുക്കൊരു 100% സക്സസ് റേഷ്യോ ഒരു സെറ്റപ്പിനും ഇല്ല, ഇല്ലേ? എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് 30% നമ്മൾ ഫെയിലിയർ പ്രതീക്ഷിക്കണം. 70% മാത്രമേ നമുക്ക് ഏത് സംഭവത്തിലും വിജയ സാധ്യതയെപ്പറ്റി നമ്മൾ ചിന്തിക്കാവൂ. അപ്പോൾ അതിനകത്ത് ഒരെണ്ണമാണ് ഈ സംഭവം. ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ വന്നു, ഇത് ഫെയിലായിപ്പോയി. കാരണം നമ്മുടെ ഇവിടെ എൻട്രി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എൻട്രി വളരെ കറക്റ്റാണ്, കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു കാണും, ഉറപ്പാണ്. ഓക്കെ, അതിനുശേഷം 2 ക്യാൻഡിലിന് ശേഷം നമുക്കൊരു ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടി. പക്ഷേ ഇത് ക്യാൻഡിലിൽ നോക്കിയാൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു 75% മേളിൽ നമുക്ക് ക്ലോസിംഗ് ഉണ്ട്. വിക്കും ഏകദേശം ചെറിയൊരു വിക്ക് മാത്രമേ ഉള്ളൂ. വേണം നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്താണ് ഇവിടെ ഇതാണ് സ്റ്റോപ്പ് ലോസ്, ഇല്ലേ? ഈ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. നമ്മളെപ്പോഴും നോക്കേണ്ടത് ചെറിയ സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് എടുക്കാൻ നോക്കുക. ഓക്കെ, കിട്ടിയ നല്ലൊരു ഗെയിൻ കിട്ടും, പോയാൽ ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്ക് പോകാൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡുകൾ നോക്കി വേണം നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി ആർക്കൊക്കെയാണ് ന്യായം ബുക്ക് ചെയ്യാൻ പറ്റിയത് അവർക്ക് ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈ ഞാനീ പറയുമ്പം നിങ്ങൾക്ക് എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അല്ലേ? ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ തിരിച്ചു പോയി വീണ്ടും റീടെസ്റ്റ് എടുത്തു. അപ്പോൾ ഈ റീടെസ്റ്റ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ കൺഫർമേഷൻ എങ്ങനെയാണ്? ഈ ഒരു ക്യാൻഡിൽ, ശരിയല്ലേ പറഞ്ഞത്? മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും തിരിച്ച് അതേ പോയിന്റിലെത്തി ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, അല്ലേ? ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, റീടെസ്റ്റ് സെറ്റപ്പ് കൂടെ ഫോമായി. ആ ഫോമായി കഴിയുമ്പോൾ ശേഷം പിന്നെ നമ്മൾ ആ ക്യാൻഡിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നല്ല ഫുൾ ബോഡി ക്ലോസിങ് കിട്ടി. ന്യായമായിട്ടുള്ള ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഈ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ഈ ലൈനായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഇല്ലേ? ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഈ ലൈനായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അങ്ങനെ എടുത്തവർക്കും നല്ലൊരു ഗെയിന് ഇവിടം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓപ്പർച്യൂണിറ്റീസ്. സ്ഥിരമായിട്ട് ഇപ്പം കൃത്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരച്ച് എനിക്ക് അയച്ചിരുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ എത്ര പേർക്ക് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പേഴ്സണലായിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തിങ്കളാഴ്ച ഈ വീക്കിലി അനാലിസിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം ആദ്യം ചിന്തിക്കാം. കഴിഞ്ഞ വീക്കിലി ബേസിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇല്ലേ? അവിടോട്ട് നമുക്കൊന്ന് വരാം. അവിടെ നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സംഭവമായത്, ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, എന്താ പറഞ്ഞത്? മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഫോർമേഷൻ, ഇല്ലേ? ഒരു ഹയർ ഹൈ ഫോർമേഷൻ. ഇത് നമ്മൾ ഏകദേശം എന്നാ വരച്ചിട്ടത് ഏകദേശം ഒരു 4 ആഴ്ച, ഒരു മാസത്തിന് മുന്നേ വരച്ച സാധനമായത്, ഇല്ലേ? ഒരു മാർക്കറ്റ് ഇങ്ങനെ ഒരു ഹയർ ഹൈ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഹയർ ഹൈ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ അതേ പോയിന്റിൽ നമുക്ക് എത്തി. 2 ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്നുകിൽ ഈ ഷോൾഡർ ബ്രേക്ക് ചെയ്ത് താഴെ വരണം. അത് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് നല്ലൊരു അപ്സൈഡ് പോയി കറക്റ്റ് ഹയർ ഹൈയുടെ അതേ ഫോർമേഷൻ്റെ അതേ ചാനലിൽ വന്ന് മാർക്കറ്റ് മുട്ടി അവിടെ നിന്നു. ഓക്കെ, ഇനിയിപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് 2 സിനാരിയാണ്. ഒന്നുകിൽ ഇവിടുന്ന് തിരിച്ച് താഴോട്ട് വന്ന് വീണ്ടും അതിൻ്റെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യണം. ഇല്ല എങ്കിൽ ഇവൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. 2 അവസരമാണ് ഇവിടെ ഉള്ളത്, 2 ഓപ്പർച്യൂണിറ്റീസാണ് ഉള്ളത്. ഒന്നുകിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഡേ വൈസിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റും. മാർക്കറ്റ് 26,014 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 26,014 വരെ നാളെ തന്നെ അല്ല മറ്റന്നാൾ അല്ല അടുത്ത ദിവസം
നാളെ എക്സ്പയറിയാണ്. അപ്പോൾ നാളത്തെ ഹംഗാമ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാൻ പറ്റത്തില്ല. എനിവേ എന്തായാലും നമുക്ക് ഓൾ ടൈം ഹൈ 26.81 ഓൾ ടൈം ഹൈ. അവിടം വരെ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യവും നമുക്കറിയത്തില്ല. എന്തായാലും ഷോർട്ട് പൊസിഷൻ അവർ 3% വീണ്ടും ഫയേഴ്സ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റാലിയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കണം നമ്മുടെ മെയിൻ സംഭവം. അത് ബ്രേക്ക് ചെയ്ത് പോവുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത തിങ്കളാഴ്ച നമുക്ക് കണ്ടറിയാം. നിലവിൽ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് മാർക്കറ്റിൽ കാണുന്നത്. കാരണം അമേരിക്കൻ ADR ഒക്കെ HDFC ICICI ഒക്കെ നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇൻട്രാഡേയിലോട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ഇത്ര ഞാൻ വീക്കിലി പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് പോകാം. ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റും? നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നമ്മുടെ ലൈനുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ പുതിയ ലൈൻ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ അപ്സൈഡിലോടൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇവിടെ സംഭവിക്കേണ്ടത് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതാ നോക്കിക്കേ, ഈ 25,781 മുകളിലാണ് ഗ്യാപ്പ് അപ്പ് എങ്കിൽ, ഓക്കെ, ഗ്യാപ്പ് അപ്പ് എങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ ഇല്ല, ഈ ഹൈയിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ 25,854 കടന്നാൽ 25,854 കടന്നാൽ ചെറിയൊരു ഷോർട്ട് കവറിങ് പിന്നെയും മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഷോർട്ട് കവറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ നാളോടാണ് നമ്മൾ സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ഷോർട്ട് കവറിങ് റാലി നമുക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 25,854 കടക്കണം. അതെങ്ങനെയാണ് കടക്കേണ്ടത്? മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് തിരിച്ച് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത്, ഇവിടെ വന്ന് 25,781 വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം പതുക്കെ മുകളിലോട്ട് കയറി ഇവിടെയും വന്ന് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി നല്ല രീതിയിൽ സസ്റ്റെയിൻ, ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് നമുക്കൊരു റാലി കിട്ടും. അങ്ങനെ പോയാൽ ഒരു പക്ഷേ 26,000 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം നോക്കാം എന്താ സംഭവിക്കുന്നത്. ഏതായാലും നിലവിലെ ഇവിടുന്ന് 300 പോയിൻ്റ് ഉണ്ട് 26,000 വരെ. പക്ഷേ 300 പോയിൻ്റൊക്കെ പോകുമെന്ന് നമുക്കറിയത്തില്ല. നാളെ പിന്നെ എക്സ്പയറിയുമാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താൽ 25,854 താഴെയാണ് വരുന്നതെങ്കിൽ, അല്ല മുകളിലാണ് വരുന്നതെങ്കിലും, എവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും തിരിച്ച് മാർക്കറ്റ് 25,781 സപ്പോർട്ട് എടുക്കണം. സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ 25,854 മുകളിൽ ഷോർട്ട് കവറിങ് റാലി നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 26,014 വരെ നമുക്ക് ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ മനസ്സിലിരിക്കുക. ഇനിയും അല്ല പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ, താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്താൽ 25,781 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ താഴോട്ട് വരും. താഴോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ ലൈനാണ് 25,668. ഈ 25,668 ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴോട്ട് ഒരു കൺഫർമേഷൻ കിട്ടും. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം. ഇതിന് താഴോട്ട്, ഓക്കെ, ഇതിന് താഴോട്ട് അതിൻ്റെ കൺഫർമേഷൻ ഈ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് താഴോട്ട് തന്നെ ഇറങ്ങി വരും. അപ്പോൾ ഇത്രയും സംഗതികളാണ് നാളത്തെ ലെവലിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷേ അപ്പോൾ തന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ADR നോക്കിയാൽ, ഒരു സെക്കൻഡ്, നമ്മൾ ADR നോക്കുകയാണ്. നമുക്ക് ADR എന്ന് നോക്കാം. ADR നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ADR നോക്കിക്കഴിഞ്ഞാൽ ഇൻഫീഡ് ADR 1.62% അപ്പിലാണ്. ICICI 3.32, HDFC ബാങ്കും 3.67. അപ്പോൾ ഇത് നല്ല രീതിയിൽ അപ്സൈഡിലാണ് ADRൻ്റെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നാളെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HDFC ICICI പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അണ്ണന്മാർ നല്ല രീതിയിൽ, അതുപോലെ തന്നെ നമ്മുടെ GDR, റിലയൻസ് GDRും ഒരു പോസിറ്റീവിലാണ്. ഓക്കെ,
റിലയൻസ് GDRും പോസിറ്റീവിലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ HDFC ബാങ്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയ ഒരു അപ്സൈഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം സംഭവിക്കാനുള്ള കാര്യം HDFC നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ HDFC ഇന്നലത്തെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1008 ഓക്കെ, ഈ 1008 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ 1008 എന്നുള്ളൊരു പോയിൻ്റ് HDFC ബാങ്കിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ ICICI ബാങ്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന 1442 നമ്മൾ എല്ലായിടും വരച്ചിട്ടിട്ടുണ്ട്, ഒന്നും പുതുതായിട്ട് വരയ്ക്കാനൊന്നുമില്ല. 1442 മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ടൊരു മൂവ് മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1466 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്, വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം HDFC ICICI നമ്മൾ ശരിക്കും കീനായിട്ട് വാച്ച് ചെയ്യുക. അടുത്ത് നമുക്ക് വാച്ച് ചെയ്യാനുള്ളത് ഇൻഫിയാണ്. ഇൻഫി നല്ല ഡൗൺ ട്രെൻഡിലാണ് എങ്കിലും നമുക്ക് ഈ ഒരു പോയിൻ്റ് ഈ ഹൈ സെക്കൻഡ് നോക്കിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്തെങ്കിലേ നമുക്ക് ഇൻഫിക്കകത്തിൽ ഒരു അപ്സൈഡ് പറയാം. 1474 എന്ന പോയിൻ്റ് ബ്രേക്ക് ചെയ്തെങ്കിലേ ഇൻഫിക്കകത്തിൽ നമുക്ക് ഒരു അപ്സൈഡ് കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ഇൻഫിക്കകത്തിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിൻ്റ് 1474 നിങ്ങൾ നോക്കി വെക്കുക. ചിലപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പിൽ വല്ല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇതുകൂടെ വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തേക്കാം. ഈ ഒരു ഇന്നലത്തെ ഈ ഓപ്പണിങ് ഇതും പ്രധാനമാണ്. ഓക്കെ, അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് രണ്ട് നിങ്ങൾ ലെവലുകൾ വാച്ച് ചെയ്യുന്നവർ ജസ്റ്റ് ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അല്ല 1428 താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് പിന്നെ ഒരു ഫോൾ നമ്മൾ അതിനകത്ത് കാണേണ്ടി വരും. അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക. ജസ്റ്റ് നിങ്ങൾ നോക്കിയിരിക്കുക. TCS കൂടെ നമുക്ക് നോക്കി. TCS ബോട്ടം ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഞാനൊരു ചാനൽ വരച്ചിട്ടിട്ടുണ്ട്. ബോട്ടം ക്രിയേറ്റ് ചെയ്തേക്കാണ്. 2958 ഒരു മേജർ സപ്പോർട്ടാണ്. ഓക്കെ, അതൊരു റേഞ്ചാണ്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ഈ പറയുന്ന 900 ഈ ബോക്സ് ബ്രേക്ക് ചെയ്യുക 2995 ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് TCSൽ നമുക്കൊരു റാലി കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലത്തെ അവസ്ഥ. ബാങ്ക് നിഫ്റ്റി നോക്കുക. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ച് അടിപൊളിയായിട്ട് നമുക്ക് ഡേ ഒന്ന് നോക്കാം എന്താ സംഭവിച്ചേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തേക്കുവാണ്. നാളെ ഒരു പക്ഷെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് നടക്കും. ഓക്കെ, നല്ല ബ്രേക്ക് ഔട്ട് നടക്കുമെന്ന് പറയാൻ കാര്യം നമുക്ക് ഈ ഒരു ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത് 57,618 ഇപ്പം 57,713 ഇപ്പോൾ ക്ലോസിങ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അല്ല, ക്ലോസിങ് കിട്ടിയത് 713. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 58,030 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ ടൈം ഹൈ ആണ്, മുകളിലോട്ട് ലൈൻ ഇല്ല. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഒരു കണക്കും പ്രകാരം വരച്ച ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊരു അളവാണ്. ഇത്രയൊരു അളവ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടുന്ന്. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് പോയാൽ വീണ്ടും നമുക്ക് ഇവിടുന്ന് ഈ ഒരളവ് ഇവിടുന്ന് ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ക്യാൻഡിൽ ഒരു സെക്കൻഡേ മാർക്കറ്റ് ഈ 58,030 നമ്മളൊരു ടാർഗറ്റ് വരച്ചേക്കുന്നത്. ഓക്കെ, ഈ 58,030 ക്രോസ് ചെയ്താൽ 58,030 ക്രോസ് ചെയ്താൽ ഫർദറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ലൈൻ നമുക്ക് നാളേക്ക് ശേഷം മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നാളത്തെ മാർക്കറ്റിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റിയിൽ അടുത്തൊരു ഫർദർ ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നിലവിൽ ഈ 58,030 നാളെ ഒരു ഗ്യാപ്പ് ആയിരിക്കും എന്തായാലും. അങ്ങനെയാണെങ്കിൽ 58,030 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ചെയ്താൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുന്നത് ഈ പറയുന്ന ഈ സാധനം തന്നെ ഇങ്ങോട്ട് വെച്ച് ഇതിൻ്റെ പുറകിലെ ചരിത്രമൊക്കെ ഞാൻ പിന്നെ പറയാം. തൽക്കാലം നിങ്ങൾക്ക് ഇത് ടെമ്പററി ലൈനാണ് ഈ വരച്ച് വെക്കുന്നത്.
ഇതിൻ്റെ കൺഫർമേഷൻ ലൈൻ നമുക്ക് വരയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഈ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു പുതിയ വര കൺഫേം ആയിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു ടെമ്പററി ലൈനാണ്. ഇത് ഒരു പക്ഷെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ലൈൻ ഇട്ടിരിക്കുന്നത്. കാരണം മോളോട്ട് നമുക്ക് റേഞ്ച് ഇല്ലല്ലോ, ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല മോളോട്ട്, ബ്ലാങ്ക് ആണ് മോളോട്ട് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ടെമ്പററി ലൈനാണ് ഈ കാണുന്നത്. ടെമ്പററി, വീണ്ടും പറഞ്ഞ് ടെമ്പററി ലൈനാണ് ഇത്. നമുക്ക് എന്താണ് ഈ ലൈനിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അത് സംഭവിക്കുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഈ ലൈൻ ബ്രേക്ക് ചെയ്താൽ 58.030 ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു ടാർഗറ്റ് എന്നുള്ള രീതി മാത്രമാണ് ഞാൻ ഈ ലൈൻ വെച്ചേക്കുന്നത്. പക്ഷേ ഇത് ടെമ്പററി ആണ്. ഇതിൻ്റെ കൺഫർമേഷൻ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു കറക്റ്റായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത മിഡ് ക്യാപ്പ്. മിഡ് ക്യാപ്പിനകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രാഡേ പറഞ്ഞില്ലല്ലേ, ഇൻട്രാഡേ പറഞ്ഞില്ലല്ലോ. ഇൻട്രാഡേ നമ്മുടെ ലൈനുകളെല്ലാം ബ്രേക്ക് ചെയ്ത് എല്ലാം മുകളിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ഈ ഒരു ലൈന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ ലൈനൊരു പ്രസക്തി, പഴയ ഒരു ഓൾ ടൈം ഹൈ ആണിത് 56,618 എന്ന് പറയുന്നത്. അതവിടെ കിടന്നോട്ടാ ലൈൻ. ഓക്കെ, ഇതിനേക്കാൾ പ്രസക്തി ആ ലൈനൊരു പ്രസക്തി ഉണ്ട്, നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ പറയാം അറഞ്ചം പുറഞ്ഞു, ഒരാൾ കമൻറ്റ് ചെയ്ത് അറഞ്ചം പുറഞ്ഞം വരച്ചിട്ട് ഞാൻ വരച്ച വരയോ വന്നൊന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന്. ചേട്ടാ വേണ്ടവൻ എടുത്താൽ മതി, വേണ്ടാത്തവൻ ആരും എടുക്കണ്ട, താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ. ഈ കമൻറ്റ് ചെയ്ത ആളെ എനിക്ക് നല്ലപോലെ അറിയാം ആളാരാണ്. പോട്ടെ, പുതിയ ഡയലോഗൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ടെമ്പററി ലൈൻ ഓൾറെഡി ഞാൻ വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 58.030 അത് നോക്കുക, നമ്മുടെ മൈൻഡ് വിട്ടുപോയി. 58.030 നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതിൻ്റെ മുകളിലാണ് ഗ്യാപ്പ് അപ്പെങ്കിൽ, ഇതിൻ്റെ മുകളിലാണ് ഗ്യാപ്പ് അപ്പെങ്കിൽ ഈ ലൈൻ വാച്ച് ചെയ്യുക. 58.30 സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നോക്കുക. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 58,688 ടാർഗറ്റ് കിട്ടും. ഓക്കെ, അത്ര മാത്രമേ ഇപ്പോൾ തൽക്കാലം ബാങ്ക് നിഫ്റ്റി പറയാനുള്ളൂ. അതിനുശേഷം നമുക്കിത് കൂലങ്കഷമായിട്ട് അഴിച്ചു പറക്കിയിട്ട് നമുക്ക് പുതിയ വരകൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം. നാളത്തെ നിഫ്റ്റി എക്സ്പയറിയുടെ കഴിഞ്ഞതിന് ശേഷം 2 ദിവസം അവധിയാണ്. അപ്പം ആ ഇടവേളയിൽ ഞാനൊരു വീഡിയോ ഇടയ്ക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഭയങ്കര തിരക്കാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ നമുക്ക് ഇതിനിടയ്ക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടിയല്ലോ. 58,688 ആയിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് കീപ്പ് ഇൻ മൈൻഡ്. അടുത്തത് നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കാം. നിഫ്റ്റി മിഡ് ക്യാപ്പ് വളരെ ശോകമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മുടെ റേഞ്ചിൽ തന്നെ കടന്ന് ഓടിക്കളിക്കാം. എന്തായാലും നിഫ്റ്റിയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും ആശാനൊന്നും അനങ്ങിയില്ല. ഓക്കെ, അപ്പോൾ ഈ 13.014 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, സപ്പോർട്ട് 13.014. ഓക്കെ, ഇതിനകത്തിൽ 13,359 ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഫർദർ റാലി നമുക്ക് നമ്മുടെ മിഡ് ക്യാപ്പിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ റേഞ്ചിനകത്ത് കടന്ന് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന 13,359 ബ്രേക്ക് ചെയ്തെങ്കിൽ മുകളോട്ടൊരു ഫർദർ നമുക്കൊരു റാലി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ആ ഏരിയ തന്നെ കൺസോളിഡേറ്റ് ചെയ്യും. എന്തായാലും ഇത് ബ്രേക്ക് 13,265 ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 59 വരെ നമുക്ക് ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടും. ഇല്ല പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ പെർഫോം ചെയ്യേണ്ടത് BSEയും പിന്നെ നമ്മൾ ഡിക്സൺ ചിലപ്പം പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസിന് നല്ല ഡിമാൻഡായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിക്സൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും BSE നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നമ്മൾ നോക്കുക, BSE ഹീറോ മോട്ടോകോപ്പോ ചിലപ്പം പെർഫോം ചെയ്യാൻ, ഓട്ടോ സെക്ടറല്ലേ, വണ്ടി വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്ന BSEയും ഹീറോ മോട്ടോകോപ്പും ഡിക്സണും പിന്നെ HDFC AMCയും 2 നമ്മുടെ കോഫോർജും പ്രൊസസ്നസ് സിസ്റ്റവും ഇത്രയും സാധനത്തിൽ നോക്കുക. അവരുടെ മൊമെൻറ്റം എങ്ങോട്ടാണ് നോക്കി മാത്രം നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ ക്ലാസ്സിനകത്ത് പറഞ്ഞായിരുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, സമയം നീണ്ടുപോയി. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾ കുറച്ച് തിരക്കാണ് ഈ ആഴ്ച, അതുകൊണ്ട് എങ്കിലും നാളെ നമുക്ക് ലൈവ് ക്ലാസ്സാണ് ഇവിടെ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ക്ലാസ്സിൽ രണ്ടും അവിചാരിതമാണ്. ദീപാവലി ആ ദിവസം നമുക്ക് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ക്ലാസ്സിനിടയ്ക്ക് നമുക്ക് ലൈവായിട്ട് തന്നെ പ്രൈസ് ആക്ഷൻ
അതിനകത്തിൽ നമുക്ക് വരയ്ക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. എൻട്രി പോയിന്റുകളൊക്കെ കണ്ടെത്താനൊക്കെ പറ്റും ലൈവായിട്ട്. ഓക്കെ, അത് നിങ്ങളുടെയൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും ട്രിവാൻഡ്രം ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അങ്ങനെ ഒരു അസുലഭ സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.